നമസ്കാരം. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടി. പ്രധാനമന്ത്രി കാനഡയിലെത്തി. ലോകം ഉറ്റുനോക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിലെത്തി. ഇസ്രയേൽ ഇറാൻ വിഷയം ഉച്ചകോടിയിൽ ചർച്ചയാകുന്നു എന്നാണ് റിപ്പോർട്ട്. അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെറുക്കാൻ ആഗോളതലത്തിലുള്ള ധാരണ ഈ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. G7 രാഷ്ട്രങ്ങളുടെ നിർണായക ഉച്ചകോടി കാനഡയിലെ ആൽബർട്ടയിൽ തുടരുകയാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷ വിഷയത്തിൽ ചൂടേറിയ ചർച്ചകളാണ് ഇപ്പോൾ ഉച്ചകോടിയിൽ നടക്കുന്നത്. ആഗോള സാമ്പത്തിക ആശങ്കകൾ, ഊർജ്ജ സുരക്ഷിതത്വം തുടങ്ങിയ വിഷയങ്ങളാണ് മുഖ്യ അജണ്ടയിലുള്ളത്. രാജ്ഭവനിൽ ഗോൾവാക്കറുടെയും ഹെഡ്കെവാറിന്റെയും ചിത്രം. പ്രതിഷേധവുമായി ഓടിക്കയറാൻ ശ്രമിച്ച് SFI. ഗവർണർക്കെതിരെയാണ് SFI പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഗാന്ധിജിയുടെയും അംബേദ്കറുടെയും പോസ്റ്ററുകളുമായാണ് SFI പ്രതിഷേധം നടത്തുന്നത്. രാജ്ഭവനിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച SFI പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ നീക്കി. പോസ്റ്റർ രാജ്ഭവന് മുന്നിൽ ഒട്ടിച്ചിട്ടേ പോകുമെന്ന നിലപാടിലാണ് SFI പ്രവർത്തകർ. വീണ്ടും പ്രവർത്തകർ എത്തിയതോടെ ഇവരെ പോലീസ് തടഞ്ഞു. കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രിയംവദ കൊലക്കേസ്. പ്രതി വിനോദിന്റെ സഹോദരൻ സന്തോഷ് അറസ്റ്റിൽ. വിനോദിന്റെ സഹോദരൻ സന്തോഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തെളിവ് നശിപ്പിച്ച കുറ്റത്തിനാണ് സന്തോഷിനെ പിടികൂടിയത്. മൃതദേഹം കുഴിച്ചിടാൻ വിനോദിനെ സന്തോഷ് സഹായിച്ചിരുന്നുവെന്ന് വെള്ളറട ഇൻസ്പെക്ടർ V. വിനോദ് പറഞ്ഞു. മൃതദേഹം കുഴിച്ചിടുമ്പോൾ സന്തോഷം വീട്ടിലുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ മൃതദേഹം സൂക്ഷിച്ച മുറി വൃത്തിയാക്കാൻ സന്തോഷ് സഹായിച്ചു. എന്നാൽ കൊലപാതകം അറിഞ്ഞില്ല എന്നാണ് സന്തോഷിന്റെ മൊഴി. കേസിൽ പ്രതികളായ വിനോദിനെയും സന്തോഷിനെയും ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കി. ആലപ്പുഴയിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ കർഷകൻ മരിച്ചു. താമരക്കുളം സ്വദേശി ശിവൻകുട്ടി K. പിള്ളയാണ് മരിച്ചത്. മറ്റൊരാളുടെ സ്ഥലത്തു കൂടി പോയപ്പോഴാണ് പന്നിക്കണിയിൽ നിന്നും ശിവൻകുട്ടിക്ക് ഷോക്കേറ്റത്. ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് കൃഷിയിടത്തിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ശിവൻകുട്ടിയെ കണ്ടത്. നാട്ടുകാരുടെ സഹായത്തോടെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. നൂറനാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. പ്രതി പിടിയിലായതായാണ് സൂചന. നാളെ മുതൽ മഴയുടെ തീവ്രത കുറയും. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ മുതൽ മഴയുടെ തീവ്രത കുറയും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്.